ഭയങ്കര അടിപൊളിയാണ്. നല്ല പച്ച കളറിലുള്ള വെള്ളവും പിന്നെ ഈ കടലിൽ മുഴുവൻ ഇങ്ങനെ തൂവിയിട്ടിരിക്കുന്ന പോലെയുള്ള ലൈം സ്റ്റോണിൻ്റെ മലകളും ഒക്കെ കാണാൻ ഭയങ്കര രസം കേട്ടോ. ഏകദേശം 2000-ഓളം ഇതുപോലത്തെ ലൈം സ്റ്റോണിൻ്റെ മലകളുണ്ട് ഇവിടെ. പിന്നെ പ്ലെയിൻ ഇങ്ങനെ നല്ല താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടി ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഇത് വന്ന് ആ കടലിൽ ലാൻഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. വൺസ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ബോട്ട് പോലെയാണ്. പിന്നെ നമ്മളിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ ക്രൂസിൻ്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. ഓരോ ക്രൂസിനും ഓരോ ക്യാപ്റ്റൻസിനെ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരുടെ കയ്യിൽ ക്രൂസിലുള്ളവരുടെ പേരും കാര്യങ്ങളും അങ്ങനത്തെ ലിസ്റ്റൊക്കെ ഉണ്ടാവും. ചെക്കിനുള്ള സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണിക്കാണ് ചെക്കിൻ. സോ ആ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്രൂസ്. ഇതിൽ 3 ഡെക്കാണുള്ളത്. ഏറ്റവും താഴത്തെ ഡെക്കിലാണ് റൂമുകൾ മുഴുവനുള്ളത്. ആകപ്പാടെ 5 മുറികളാണുള്ളത്. പിന്നെ ഈ മിഡിൽ ഫ്ലോറിൽ റിസപ്ഷൻ, ഡൈനിങ് ഏരിയ, കിച്ചൺ ഇത് മാത്രമേ ഉള്ളൂ. ഏറ്റവും മേലത്തെ ഡെക്ക് നമുക്ക് ഇരുന്ന ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് റിക്ലൈനിങ് ചെയറും പിന്നെ കോഫി ടേബിൾസൊക്കെയാണുള്ളത്. ഇതാണ് ഞങ്ങളുടെ. ഇതൊരുവിധം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. പിന്നെ ഒരു കോഫി ബാർ ഉണ്ട്, അതുപോലെ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്ടബോട് കൂടിയിട്ടുള്ള നല്ല എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ബാത്റൂമാണ്. പിന്നെ ചെറിയൊരു ബാൽക്കണി, 2 പേർക്ക് ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണി. ഇത്രയും അടങ്ങിയതാണ് ഒരു ക്യാബിൻ.
ക്രൂസ് സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു മാജിക്കൽ വ്യൂ ആണ് കേട്ടോ. അലകളൊന്നുമില്ലാത്ത ഈ ശാന്തമായിട്ടുള്ള കടൽ കൂടെ തണുത്ത കാറ്റും കൊണ്ട് നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ് കേട്ടോ. കാരണം ഇൻ കേസ് മഴ പെയ്യുകയാണെങ്കിൽ ഈ ക്രൂസ് എടുക്കാനുള്ള അപ്രൂവൽ കിട്ടില്ല, അപ്പോൾ ഇത് തന്നെ ക്യാൻസലായി പോകും. അതുപോലെ തന്നെ സീ പ്ലെയിനും അതെ, കുറച്ച് മേഘം മൂടി നിൽക്കുന്ന ഇതൊക്കെയാണെങ്കിൽ അവർ സീ പ്ലെയിൻ ക്യാൻസൽ ചെയ്യും. സോ ഇവിടെ വരാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ ടു ഡിസംബർ ആണ്. അതാണ് മഴ ഇല്ലാത്ത സമയം. പിന്നെ ഞങ്ങൾ കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ ലഞ്ചിനുള്ള ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ സൂപ്പ്, സ്റ്റാർട്ടർ, സാലഡ്, മെയിൻ കോഴ്സ്, ഡെസേർട്ട് എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള 5 കോഴ്സ് മെനു ആണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റേറിയൻ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് അവരുടെ അടുത്ത് മെയിൽ അയച്ചിട്ട് പറയണം. പിന്നെ 5 മണി വരെ ക്രൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് നിർത്തും. ഞങ്ങൾ കയാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഞങ്ങളൊരു പേൾ ഫാമിലേക്ക് കൂട്ടിയിട്ട് പോയി. ഇവിടെ മുത്തുച്ചിപ്പികളൊക്കെ വളർത്തുന്ന ഒരു ഫാമാണിത്. കടലിൻ്റെ നടുവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ അവർ ചിപ്പികളെടുത്ത് മുത്തെടുക്കുന്ന പ്രോസസ്സൊക്കെ നമുക്ക് കാണിച്ചു തരും. അവരവിടെ നോർമലി ചെയ്യുന്നതാണ്. പിന്നെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു പേളിൻ്റെ ജ്വല്ലറി ഷോപ്പും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് പർച്ചേസും ചെയ്യാം. ഈ കാണുന്നതൊക്കെ മുത്തെടുത്ത് കഴിഞ്ഞിട്ടുള്ള ചിപ്പികളാണ് കേട്ടോ. അഞ്ച് മണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂസ് നിർത്തും. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ 7 മണിക്ക് എടുക്കുള്ളൂ. പിന്നെ ഈവനിങ് ഒരു 7 മണിക്ക് ഒരു കുക്കിംഗ് ക്ലാസ് അറേഞ്ച് ചെയ്യും അവർ. അപ്പം ഞങ്ങൾക്ക് അവർ കാണിച്ചു തന്നത് വിയറ്റ്നാമീസ് സ്പ്രിംഗ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ അവരുണ്ടാക്കി കാണിക്കും. അതുപോലെ തന്നെ ആ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾക്കും തരും. നമുക്കും അത് ഉണ്ടാക്കി നോക്കാം. നമ്മളുണ്ടാക്കിയ സ്പ്രിംഗ് റോൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഡിന്നറിൽ അവർ സ്റ്റാർട്ടറായിട്ട് തരിക. അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ എല്ലാ ക്രൂസും നിർത്തിയിട്ടിരിക്കുകയാണ്. രാവിലെ 7 മണിക്കാണ് എല്ലാതും സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ മേലത്തെ ഡക്കിൽ തായ്ചി സെഷൻ ഇവർ അറേഞ്ച് ചെയ്യും. നമുക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി ചെയ്യാം. പിന്നെ രാവിലെ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ചായയും സാൻഡ്വിച്ചും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു സ്ഥലം കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ മലയുടെ നടുവിലൊരു ഗുഹ കാണുന്നില്ലേ, ഇപ്പോൾ നമ്മൾ പോകുന്ന അവിടെയാണ്. ഇത് സങ്സോട്ട് കേവ് ആണ് ഇതിൻ്റെ പേര്. അത് സീ ലെവലിൽ നിന്നൊരു 25 മീറ്ററോളം മേലെയാണ്. നമുക്ക് മേലെത്തണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് കയറണം. ഒരു 50ഓളം സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. സങ്സോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർപ്രൈസ് എന്നാണ് കേട്ടോ. സർപ്രൈസ് കേവ്. ശരിക്കും ഇതൊരു സർപ്രൈസ് തന്നെയായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു അധോലോകത്തേക്ക് ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഈ ഇപ്പോൾ കാണുന്ന ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എറുമ്പരിക്കുന്ന പോലെ ഇങ്ങനെ കാണുന്നില്ലേ, അത് ഉള്ളിൽ നിന്ന് ആൾക്കാർ കണ്ടിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ഇനിയും ഇറങ്ങിയിട്ടില്ല. ഭയങ്കര മാസീവായിട്ടുള്ള വലിയൊരു ഗുഹയാണ് കേട്ടോ ഇത്. 800 മീറ്ററോളം ലെങ്ത് ഉണ്ട് ഇതിന്.
ഹലോങ് ബേയിൽ ഇതല്ലാണ്ട് വേറെയും 2 ഇതുപോലത്തെ കേവ്സ് ഉണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും വലുത്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ മെഴുകുതിരിയൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്ന പോലത്തെ കുറേ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ലൈം സ്റ്റോൺ ആണ് കേട്ടോ. ഉള്ളിലൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ. നടക്കാനുള്ള വഴിയൊക്കെ കയറുകൊണ്ട് കെട്ടിവെച്ച് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇവരത്. അങ്ങനെ ഈ കേവ് കണ്ടതിന് ശേഷം തിരിച്ച് ക്രൂസിലേക്ക് തന്നെ വന്നു. അതിനുശേഷം ഒരു ചെറിയൊരു ബ്രഞ്ച് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഒരു 11 മണിയോട് കൂടിയിട്ട് തിരിച്ച് കരയ്ക്ക് തന്നെ എത്തി. ഹലോങ് ബേയിൽ നിന്ന് തിരിച്ച് ഹനോയ്ക്ക് ഞങ്ങൾ വന്നത് ക്യാബ് വഴിയായിരുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ കുറേ ഇതുപോലത്തെ പേൾ ജ്വല്ലറി ഷോപ്സൊക്കെ ഉണ്ട്. ഹലോങ് പേൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പേൾ ജ്വല്ലറി ഷോപ്പിലും കൂടെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. വലിയൊരു ജ്വല്ലറി ഷോപ്പായിരുന്നു കേട്ടോ ഇത്. ഇഷ്ടംപോലെ പല നിറത്തിലും പല വലുപ്പത്തിലും ഒക്കെ ഉള്ള പേളിൻ്റെ കുറേ ജ്വല്ലറികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.